ഓരോ ചോദ്യങ്ങളും ഞാൻ ചോദിക്കുമ്പം എവിടെ നിന്നോ ഒരു ശബ്ദം എനിക്ക് ഉത്തരം തരാൻ തുടങ്ങി. ഈ ഓരോ ഉത്തരവും എൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഞാനതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടിക്കളഞ്ഞു. ഇതൊക്കെ എൻ്റെ തോന്നല, മനസാക്ഷി എന്ന് പറഞ്ഞൊന്ന് എന്നോട് സംസാരിക്കുകയാണ്, എൻ്റെ ചിന്തയിൽ എനിക്ക് തോന്നുന്നതാണ്. വീണ്ടും ഒരു ചോദ്യം ഞാൻ ചോദിക്കുമ്പം വീണ്ടും ഒരു ശബ്ദം എനിക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരുന്നു. ആ ഉത്തരങ്ങളെല്ലാം നല്ല രസകരമായ ഉത്തരങ്ങളായിരുന്നു, എന്നെ ആശ്വസിപ്പിക്കുകയും സമാധാനിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഉത്തരങ്ങൾ. അപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല, ഇത് ശരിയല്ല, ഇത് ഞാൻ വെളിയിലിറങ്ങി കർത്താവ് എന്നോട് സംസാരിക്കുന്നുവെന്നോ മറ്റോ പറഞ്ഞാൽ ബാക്കിയുള്ളവർ പറയും ഇവക്ക് വട്ടായിപ്പോയി എന്ന് പറയും എന്ന് വിചാരിച്ച് അതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് വെട്ടി ഞാൻ കളഞ്ഞുകൊണ്ടിരുന്നു. നീ എൻ്റെ വിഷമം അറിയുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ എല്ലാ ആവശ്യങ്ങളും നീ അറിയുന്നവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പ്രാർത്ഥിക്കാതിരിക്കുമ്പോൾ പോലും എൻ്റെ ആവശ്യം അറിയുന്ന എൻ്റെ കർത്താവേ, നീ മാത്രമാണ് എന്നെ രക്ഷിക്കാൻ മതിയായവനെന്ന് ഞാൻ അവിടെ വെച്ച് അടിയറവ് പറഞ്ഞു ദൈവത്തിൻ്റെ മുമ്പിൽ. തിരിച്ച് ഞങ്ങൾ പോരുകയാണ്. അപ്പോഴും ഈ ശബ്ദം എന്നോട് സംസാരിക്കുന്നുണ്ട് പല ഘട്ടങ്ങളിലും. പക്ഷെ ആ ശബ്ദത്തിന് ഞാൻ കൂട്ടാക്കുന്നില്ല, ഞാനതെല്ലാം എൻ്റെ ബുദ്ധി കൊണ്ട് കളഞ്ഞുകൊണ്ട് വരിക. അത് തെളിയിക്കാനായി ഒരു സംഭവം ആ ദിവസം ട്രെയിനിൽ വെച്ചുണ്ടായി. ട്രെയിനിൽ ഞങ്ങൾ തിരിച്ചു വരിക, ഏകദേശം ചെങ്ങന്നൂരൊക്കെ എത്തിയപ്പോഴത്തേക്ക് ട്രെയിനിൽ ആളൊഴിഞ്ഞു. കൊച്ചുമോളും അവിടെ ഇറങ്ങി ഒരു ബസ് പിടിച്ച് വീട്ടിലേക്ക് പോയി. ഞാനും കുഞ്ഞുങ്ങളും മാത്രമുണ്ട്. ട്രെയിനിൽ വലിയ ആളില്ല. തൊട്ടടുത്ത് ഒരു പ്രായം ചെന്ന മനുഷ്യൻ, എൻ്റെ അച്ഛൻ്റെ പ്രായമുള്ള ഒരാൾ, വളരെ ഡീസൻ്റ് മാന്യമായിട്ട് വസ്ത്രധാരണം ചെയ്ത ഒരാൾ വന്നിരുന്നു. ആ ആൾ വന്നിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പതുക്കെ എൻ്റെ മോടെ വടിയിൽ തലവെച്ചുറങ്ങി. കരുനാഗപ്പള്ളി സ്റ്റേഷനായപ്പോൾ ഞാൻ ഉണർന്ന ഉടനെ ഈ വ്യക്തി എൻ്റെ അടുത്ത് കുറേ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. എവിടാ വീട്, എങ്ങോട്ട് പോവുക, എവിടുന്ന് വരിക, ഇങ്ങനെയൊക്കെ വളരെ സാധാരണഗതിയിൽ. ഞാൻ അതിനെല്ലാം വളരെ നോർമലായ ഉത്തരവും പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഇദ്ദേഹത്തിൻ്റെ ഭാവം അങ്ങ് മാറിയിട്ട് പരസ്പര വിരുദ്ധമായി ബന്ധമില്ലാത്ത ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ ചോദിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് കുഴപ്പമാണ്. ഞാൻ എൻ്റെ മോടെ അടുത്ത് പറഞ്ഞു, മോളെ ഇത് ആദ്യത്തെ സാത്താനാ, പെട്ടെന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ആദ്യം ആനഹോളി കേട്ട പാട്ടുകളൊക്കെ അങ്ങോട്ട് പാടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് വിറയലായിപ്പോയി. ഞാൻ കൈകൂപ്പി ഉള്ളിൽ പറഞ്ഞു, കർത്താവേ, എനിക്ക് ഈ കമ്പാർട്ട്മെന്റിൽ ആരെയും പരിചയമില്ല, എന്നെ എൻ്റെ മക്കളെയും കൂടെ ഒരു കുഴപ്പമില്ലാതെ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷൻ വരെ കൊണ്ടെത്തിക്കണേ. ഇങ്ങനൊന്ന് പറഞ്ഞപ്പോൾ എന്നോട് മുമ്പ് ഉത്തരം പറഞ്ഞ ശബ്ദം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാണ്, മോളെ ഇപ്പം നിന്റെ രക്ഷയ്ക്ക് ഒരാളെത്തും. അപ്പൊ ഞാൻ അതിൻ്റെ ഒരു സാങ്കത്യം ഓർക്കാതെ തിരിച്ചു പറയുകയാണ്, കർത്താവേ, ഇതിപ്പോ ഈ കമ്പാർട്ട്മെന്റിൽ വല്ലോരെ എൻ്റെ രക്ഷയ്ക്ക് വിളിച്ചാൽ അതിനേക്കാളിലും വലിയ സാത്താനായിപ്പോ, എനിക്ക് ആരെ അറിയത്തില്ലല്ലോ കർത്താവേ എന്നിങ്ങനെ പറഞ്ഞു നിർത്തിയപ്പോഴത്തേനും എൻ്റെ തൊട്ടടുത്ത് ചേച്ചിന്നൊരു വിളി കേട്ടു. നോക്കിയപ്പോൾ ഒരു 10-20 വയസ്സ് പ്രായമായ ഒരു ചെറുപ്പക്കാരൻ നിൽക്കുക. ചേച്ചി എന്തുവാ, ചേച്ചി എവിടുന്ന് വരുക, ചേച്ചി മക്കളും തന്നെ ഉള്ളോ, ധ്യാനത്തിന് പോയതായിരുന്നോ? ഞങ്ങളും ധ്യാനത്തിനുണ്ടായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു, ആരൊക്കെ? എൻ്റെ അമ്മ, പെങ്ങള്, അളിയൻ, കൂട്ടുകാരനെല്ലാം. എല്ലാവരും ഇങ്ങനെ വന്നേ. അപ്പുറത്തുനിന്ന് എല്ലാവരെയും വിളിച്ച് ഞങ്ങളുടെ ചുറ്റുവിരുത്തി. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ചേച്ചി ഇവിടെ പ്രശ്നം വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാനപ്പോൾ പറഞ്ഞു, ഞാൻ ഈ മനുഷ്യൻ വല്ലാതൊക്കെ സംസാരിക്കുന്നു എൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് ഈ കുട്ടി ആ മനുഷ്യൻ്റെ നേരെ തിരിഞ്ഞിട്ട്, എന്തിനാ നിങ്ങൾക്ക് അമ്മയും പെങ്ങളും ഒന്നും അറിയത്തില്ലേ എന്ന് പറഞ്ഞ് പെട്ടെന്ന് എൻ്റെ കാര്യത്തിൽ അങ്ങ് ഇടപെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ ഒന്നും ചെയ്യാനാവാതെ, എനിക്കിത് എന്താണെന്ന് പോലും മനസ്സിലാവാതെ സ്തബ്ധയായിട്ടിരുന്നു പോയി. കാരണം ഞാൻ വിളിച്ചിട്ട് വന്നതല്ല, എന്നെ അറിയുന്നതല്ല, ഇപ്പോഴും ആ ആളുടെ പേരും എനിക്കറിയത്തില്ല. പക്ഷേ എൻ്റെ രക്ഷയ്ക്ക് ഒരാളെത്തും എന്നൊരു ശബ്ദം എന്നോട് പറയുകയും അതേ സമയത്ത് എൻ്റെ രക്ഷയ്ക്കായി ഒരാളെ കൊണ്ട് എത്തിക്കുകയും ചെയ്തത് ആരാണെന്നറിയാതെ പകച്ചിരുന്നതിൻ്റെ ഇടയ്ക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ എത്തി. ഈ മനുഷ്യൻ ആൾക്കൂട്ടത്തിലേക്ക് ചാടി ഇറങ്ങി ഓടിപ്പോയി. റെയിൽവേ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇവർ പുറകിന് ചാടിയപ്പോഴത്തേക്ക് ഇയാൾ ഓടിക്കളഞ്ഞു. പക്ഷെ പെട്ടെന്ന് ഈ കുട്ടി എൻ്റെ അടുത്ത് പറയുകയാണ്, ചേച്ചി മക്കളും ഒറ്റയ്ക്ക് പോകണ്ട, ഹസ്ബൻഡൊക്കെ നിൽക്കുന്നിടം വരെ ഞങ്ങൾ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് ബോഡി ഗാർഡ്സ് പോലെ ഞങ്ങളുടെ ചുറ്റിനും നിന്ന് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിൽ വരെ കൊണ്ടെത്തിച്ചു. ഹസ്ബൻഡ് വന്നില്ലെങ്കിലും സാരമില്ല ചേച്ചി, ഞങ്ങൾ വീട്ടിലെത്തിച്ചിട്ടേ പോകത്തുള്ളൂ പറഞ്ഞു. പക്ഷെ അതിൻ്റെ ആവശ്യം ഉണ്ടായില്ല, അദ്ദേഹം വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഒരു നന്ദി വാക്ക് പോലും പറയാനാവാത്ത വിധം ഞാൻ അത്ഭുതപ്പെട്ട് നിന്നുപോയി. എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല. ശരിക്കും അതിൻ്റെ ഒരു തീക്ഷ്ണത മനസ്സിലാക്കണമെങ്കിൽ എൻ്റെ അന്നേരത്തെ അവസ്ഥ നിങ്ങൾ അറിയണമായിരുന്നു. ആരുമില്ലാത്ത ഒരു സ്ഥലത്ത് ഒരു പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്ന ഒരു മനുഷ്യന്റെ മുമ്പിൽ അകപ്പെടുക എന്ന് പറയാം. അതിൽ നിന്ന് ദൈവം തന്നെ ഇടപെട്ട് എന്നെ വിടുതൽ നൽകി വീട്ടിൽ തിരിച്ചു കൊണ്ടുവന്നപ്പോഴാണ് ഈ സംസാരിക്കുന്ന ശബ്ദം എൻ്റെ തോന്നലല്ല. എൻ്റെ തോന്നലിൽ ഒരിക്കലും പറയാനാവുമായിരുന്നില്ല എൻ്റെ രക്ഷയ്ക്ക് ഒരാളെത്തുമെന്ന്. അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞു, ഒരു സ്വരം, ദൈവത്തിൻ്റെ ഒരു സ്വരം എന്നോട് സംസാരിക്കുന്നുണ്ട്. എൻ്റെ ആവശ്യഘട്ടങ്ങളിൽ എനിക്ക് വേണ്ട സഹായം എത്തിക്കാൻ, എന്നെ വിടുവിക്കാൻ, എന്നെ വഴി നടത്താൻ സംസാരിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂട്ടിനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോഴാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ 100% ബോധ്യപ്പെട്ടത് യേശു എൻ്റെ കൂട്ടുകാരനായി എൻ്റെ കൂടെ ഉണ്ടെന്ന്. അന്ന് മുതൽ എൻ്റെ ജീവിതം വ്യത്യാസപ്പെടാൻ തുടങ്ങി. വീട്ടിൽ വന്നു,
കൊച്ചുമോക്ക് കിട്ടിയ രോഗസൗഖ്യം അത് തെളിവായി കിട്ടിയതോടുകൂടി എൻ്റെ വീട്ടുകാർക്ക് പിന്നെ ഒരു എതിരഭിപ്രായവും ഇല്ല. ഞാൻ പോകുന്ന വഴികളെക്കുറിച്ച് സംശയം ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർ വളരെ സ്നേഹത്തോടുകൂടി അത് അക്സെപ്റ്റ് ചെയ്ത് നോക്കി കാണാൻ തുടങ്ങി. അപ്പോഴും എൻ്റെ ഭർത്താവിൻ്റെ രോഗം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അദ്ദേഹത്തിനോട് പറഞ്ഞിങ്ങനെ, എനിക്ക് യേശുവിനെ കാണാൻ പറ്റി, യേശുവിൻ്റെ സ്വരം കേൾക്കാൻ പറ്റി, യേശുവിനോട് ഒരുപാട് സംസാരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹവും അന്തം വിട്ടുപോയി. അദ്ദേഹം ചെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനോട് പറഞ്ഞു, എൻ്റെ ഭാര്യയ്ക്ക് ഇങ്ങനെയൊക്കെ ചില അനുഭവങ്ങളുണ്ടായിരുന്നു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽപ്പെട്ട ഒരു കൂട്ടുകാരനാണ്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കാലിന് ഭയങ്കര വേദനയാണ്, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സിസ്റ്ററിനെ കൊണ്ടൊന്ന് പ്രാർത്ഥിപ്പിക്കാൻ തലയെ കൈവച്ചെന്ന്. എനിക്ക് ഈ തലയെ കൈവച്ച് പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, വലിയ ആത്മീയ ഗുരുക്കന്മാർ ചെയ്യുന്ന പോലെ ചെയ്യാൻ എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, തലയെ കൈവച്ച് പ്രാർത്ഥിക്കാനും എനിക്കറിയത്തില്ല. ആ സാരമില്ല, പുള്ളിക്കാരൻ ശനിയാഴ്ച വരും, നീ അങ്ങ് പ്രാർത്ഥിച്ചോണ്ടാ മതി എന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ മോൻ എൻ്റെ അടുത്ത് ചോദിക്കും, അമ്മയ്ക്ക് അറിയാമോ തലയെ കൈവച്ച് പ്രാർത്ഥിക്കാൻ? ഞാൻ പറഞ്ഞു, എനിക്കൊന്നും അറിയത്തില്ല, കർത്താവ് പറഞ്ഞാൽ ഞാൻ ചെയ്യും, വേണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യത്തില്ല, അത്രേ എനിക്കറിയത്തുള്ളൂ. ഞാൻ എൻ്റെ മുറിയിൽ കടന്ന് ശനിയാഴ്ച അദ്ദേഹം വരുമെന്ന് പറഞ്ഞു. വെള്ളിയാഴ്ച മുഴുവൻ ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നു, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവെ ഞാൻ എന്തോ ചെയ്യും, ആ വ്യക്തി വരികയാണെങ്കിൽ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും, എനിക്കൊന്നും അറിഞ്ഞുകൂടാ കർത്താവെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ആദ്യം പ്രാർത്ഥിച്ചു. അപ്പം അവിടുന്ന് കൊണ്ടുവന്ന ഒരു വചന പെട്ടി എൻ്റെ കയ്യിലുണ്ട്, എനിക്ക് അത്രയൊക്കെ അറിയത്തുള്ളൂ. ഞാൻ പറഞ്ഞു, കർത്താവെ ഈ വചന പെട്ടിയിൽ ഞാൻ പ്രാർത്ഥിച്ചൊരു സ്ലിപ്പ് എടുക്കും, അതിലെനിക്ക് ഉത്തരം തരണം. ഒരു സ്ലിപ്പ് എടുത്തു, ഉത്തരവില്ല. വീണ്ടും തീക്ഷ്ണമായിരുന്നു പ്രാർത്ഥിച്ചു. രണ്ടാമത്തെ സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഒരു ബന്ധവും ഇല്ലാത്ത കാര്യമാണ് വചനത്തിൽ വരുന്നത്. മൂന്നാമതും പ്രാർത്ഥിച്ചു, മൂന്നാമതൊരു സ്ലിപ്പ് എടുത്തു, അതിലും ഉത്തരവില്ല. ഞാൻ തോറ്റു. ഞാൻ പറഞ്ഞു, കർത്താവെ എനിക്ക് അറിയത്തില്ല, നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കും എന്നിങ്ങനെ നിസ്സഹായമായിട്ട് ചോദിച്ചപ്പോൾ പെട്ടെന്ന് കർത്താവിൻ്റെ രൂപം എൻ്റെ കണ്ണിൽ തെളിയാൻ തുടങ്ങി. കർത്താവ് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ പോലെ ഒരു കണ്ണ് ഇറുക്കി അടച്ചുകൊണ്ട് എൻ്റെ അടുത്ത് പറയാണ്, മോളെ അവൻ വരത്തില്ല. ഞാൻ പെട്ടെന്ന് ഞെട്ടിപ്പോയി. അങ്ങനെ കർത്താവ് പറയുമോ? ദൈവമല്ലേ, ദൈവം ഇങ്ങനെയൊക്കെ സംസാരിക്കുമോ? ഞാനത് ശരിയാന്ന് തോന്നിയില്ല. ഞാൻ വീണ്ടും കണ്ണടച്ച് പ്രാർത്ഥിച്ച്, കർത്താവെ നാളെ ആ വ്യക്തി വരുമ്പോൾ ഞാൻ എങ്ങനെ തലയെ കൈവച്ച് പ്രാർത്ഥിക്കും? വീണ്ടും ഇതേപോലെ കർത്താവ് വീണ്ടും എൻ്റെ മുമ്പിൽ വന്ന് ഒരു കണ്ണ് ഇറുക്കി അടച്ചോണ്ട് പറയും, മോളെ അവൻ വരത്തില്ല. 3 പ്രാവശ്യം ഇത് വന്നു കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് ചിരിയും വന്നുപോയി. ഞാൻ ഒന്നും മിണ്ടിയില്ല. മിണ്ടാതെ എൻ്റെ മുറിക്ക് പുറത്ത് വന്നപ്പോൾ എൻ്റെ മോൻ എന്നോട് ചോദിക്കും, അമ്മേ കർത്താവ് എന്തോ പറഞ്ഞു? ഞാൻ പറഞ്ഞു, ആ അങ്കിള് വരട്ടെ, അപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച രാവിലെ മുതൽ എൻ്റെ ഹസ്ബൻഡ് പുള്ളിക്കാരനെ നോക്കിയിരിക്കുക. രാവിലെയായി, ഉച്ചയായി. അപ്പം പുള്ളിക്കാരൻ വരുമെന്ന് പറഞ്ഞ് വരുമെന്ന് പറഞ്ഞാൽ വരും, തീർച്ച വരും, വരുന്ന വ്യക്തിയാണ്. അങ്ങനെ ഉച്ച കഴിഞ്ഞു, വൈകുന്നേരമായി, സന്ധ്യയായി, പുള്ളിക്കാരൻ വന്നില്ല. വരാതായപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് എന്നെ കൊണ്ട് പറഞ്ഞു, അയാൾ വന്നില്ലല്ലോ പ്രാർത്ഥിക്കാൻ. ഞാൻ സാരമില്ല, കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു വരത്തില്ലെന്ന്. ഇങ്ങനെ തുടങ്ങി. ആ ധ്യാനം കഴിഞ്ഞ് വന്ന നിമിഷം മുതൽ കർത്താവ് എൻ്റെ കൂടെ നടക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറി. അവ ദൈവം എന്നുള്ളതിനേക്കാളുപരി എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്ത്, എന്നോട് ചേർന്ന് നടക്കുന്ന, എന്നെ എല്ലാ കാര്യങ്ങളിലും സഹായിക്കുന്ന വിശ്വസ്തനായ ഒരു കൂട്ടുകാരനായി മാറി യേശു എൻ്റെ ജീവിതത്തിൽ. എന്നെ വീട് കാര്യങ്ങളിൽ പോലും സഹായിക്കുന്ന ഒരു ശക്തി എന്നെ നയിക്കാൻ തുടങ്ങി. പല ഘട്ടത്തിലും ഈ ശക്തി എന്നിലൂടെ പ്രവഹിക്കുന്നത് കണ്ട് ഞാൻ തന്നെ അമ്പരന്ന് പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കേണ്ട വിധം, കർത്താവിനോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാനും കർത്താവ് എന്നെ പഠിപ്പിച്ചു. പലപ്പോഴും ഞാൻ കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിക്കും, കർത്താവെ എൻ്റെ ജോലി തിരക്കിനിടയിൽ എനിക്കൊന്ന് ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ കർത്താവ് എന്നെ ആശ്വസിച്ചിട്ടുണ്ട്, എന്തിനാ മോളെ നീ അങ്ങനെ വിഷമിക്കുന്നേ? നീ തുണി നനയ്ക്കുമ്പോൾ, അടുക്കളയിൽ കറി പാചകം ചെയ്യുമ്പോൾ, നീ വണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എല്ലാം നിനക്ക് എന്നോട് സംസാരിക്കാമല്ലോ. നിന്റെ ആ അടുപ്പം, ആ സംസാരം, അതാണ് എൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പ്രാർത്ഥന. നിനക്ക് ഞാൻ കൂടുണ്ടെന്നുള്ള വിശ്വാസം, എന്നോടുള്ള അടുപ്പം, അത് മാത്രം എനിക്ക് മതി. അപ്പോഴാണ് ഞാൻ കർത്താവിൻ്റെ ആ ഒരു സ്നേഹം തിരിച്ചറിഞ്ഞത്. അതോടുകൂടി 24 മണിക്കൂർ ഓരോ നിമിഷവും എൻ്റെ പ്രാർത്ഥനയായിട്ട് മാറി. ഉറങ്ങുമ്പോൾ പോലും ആത്മാവ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം എനിക്കുണ്ടാവാൻ തുടങ്ങി. പലപ്പോഴും ഞാൻ എൻ്റെ ശരീരം ഉറങ്ങിക്കിടക്കുമ്പോൾ ഉള്ളിലൊരു ശബ്ദം പാട്ടുകൾ പാടുകയും സ്തുതിക്കുകയും ചെയ്തുകൊണ്ട് ഉണർന്നിരിക്കുന്നത് കേട്ട് ഞാൻ ഉണർന്നിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ വിചാരിക്കും, എന്താണ് ദൈവമേ എനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എനിക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഒരു അമാനുഷിക ശക്തി എന്നെ നയിക്കുന്നത് എനിക്ക് മനസ്സിലായി. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് കർത്താവ് എനിക്ക് തന്നത് ഒരു ഓണക്കാലത്താണ്. വെക്കേഷൻ സമയത്ത് എൻ്റെ മോളന്ന് തിരുവനന്തപുരത്ത് പഠിക്കുക. അവളെ പോയി വിളിച്ചോണ്ട് വരണം. ഭർത്താവിന് ലോങ് ഡ്രൈവ് ഒന്നും പറ്റത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നു. ഞാൻ പണ്ടുകാലത്ത് കാർ ഓടിക്കാൻ പഠിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദുരിതപൂർണമായ ജീവിതകാലത്ത് ഈ ഡ്രൈവിങ്ങിനൊന്നും പറ്റാതെ ആ ലൈസൻസ് മടക്കി പെട്ടിയുടെ അടിയിൽ വെച്ച് വണ്ടി ഓടിച്ചിട്ടില്ല. എനിക്കറിയാനും വയ്യ, ആ സ്ഥിതിയിലിരിക്കുക.
അങ്ങനെ കർത്താവുമായിട്ട് സംസാരിച്ച് ജീവിതം തുടങ്ങിയ ആ സമയത്ത് കർത്താവ് പെട്ടെന്ന് എൻ്റെ അടുത്ത് പറയാം, മോളെ നീ ആ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുക്കണം. ഞാൻ പറഞ്ഞില്ല കർത്താവേ, എനിക്ക് അതിനോടുള്ള ആഗ്രഹം എല്ലാം വിട്ടു, എനിക്ക് വണ്ടി ഡ്രൈവ് ചെയ്യണമൊന്നുമില്ല, എനിക്ക് അതിനുള്ള ക്രൈസ് എല്ലാം പോയി എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, മോളെ നിന്റെ ഭർത്താവിന് രോഗിയായിരുന്ന സമയത്ത് അവനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ നിനക്ക് ചിലപ്പോൾ വണ്ടി എടുക്കേണ്ടി വരും, നീ അത് പഠിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു കർത്താവിൻ്റെ നിർബന്ധം സഹിക്കാൻ വയ്യാതെ ഒരു 3-4 ദിവസം ഒരു ഡ്രൈവറെ വെച്ച് ഞാൻ ഈ ഡ്രൈവിംഗ് ഒക്കെ ഒന്ന് പൊടി തട്ടിയെടുത്തു. ആ സമയത്ത് എൻ്റെ മോളെ വിളിച്ചുകൊണ്ട് വരണമെന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഓടിക്കാനും പറ്റുന്നില്ല. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് എന്ന് ചോദിച്ചു, ഞാൻ ഒന്ന് പോയി അവളെ വിളിച്ചോണ്ട് വരട്ടെ. അപ്പൊ സാധാരണ അദ്ദേഹം ഭയങ്കര വെപ്രാളമുള്ള ആളാണെങ്കിലും എൻ്റെ ഈ ഒരു വിശ്വാസവും ധൈര്യവും ഒക്കെ കണ്ടുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞ് പൊയ്ക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തനിയെ, ഇപ്പൊ വീട്ടിലാരും അറിയുന്നില്ല ഞാൻ തനിയാണെന്ന്, എൻ്റെ 2-3 കൂട്ടുകാരൊക്കെ ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഞാൻ തനിയായിരുന്നു. വണ്ടി എടുത്ത് കുറച്ച് ദൂരം മുമ്പോട്ട് പോയപ്പോൾ പെട്ടെന്നൊരു പേടി എനിക്ക് വരാൻ തുടങ്ങി. ഇവിടുന്ന് തിരുവനന്തപുരം